അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്താണ്. ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ഒരു ചെറിയൊരു വീടും അതുപോലെ തന്നെ ഒരു 1.25 ഏക്കർ ഭൂമി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തം പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അടിപൊളി നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ടാർ റോഡ് ഫേസ് ചെയ്തിട്ട് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ശരിക്കും ഒരു 1.25 ഏക്കർ ഭൂമി മൊത്തം നമ്മൾ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ശരിക്കും നമ്മുടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ലൊക്കേഷൻ എവിടെ അറിയോ? നമ്മുടെ പാലക്കാട് ടു നമ്മൾ മണ്ണാർക്കാട് പോകുന്ന സമയത്ത് നമ്മുടെ കരിമ്പ പഞ്ചായത്തിലാണ് കേട്ടോ. ഈ കരിമ്പ പഞ്ചായത്തിൽ നമ്മുടെ ശിരുവാണി ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ, ഈ ശിരുവാണി ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഈ കാണുന്ന ഒരു ഓപ്പൺ കിണറാണ് കേട്ടോ. കിണറെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിണറാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഏകദേശം ഒരു 10-400ഓളം കവുങ്ങാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10-25ഓളം നല്ല കായ്ക്കുന്ന തെങ്ങുണ്ട്. പിന്നെ മാവ്, പ്ലാവ്, ചക്ക, മാങ്ങ തുടങ്ങിയ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതിലേക്കെല്ലാം നനയ്ക്കുന്നത് എന്താണ്? ആ കാണുന്ന കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. കണ്ടോ, അടിപൊളി സാധനമാണ്. അപ്പോൾ അടിപൊളി നല്ല ലൊക്കേഷനും കാര്യങ്ങളാണ്. ശരി, നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ആണ് മെയിനായിട്ട് കേട്ടോ. ഇതാണോ, നേരെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ല ടാർ റോഡ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആണോ, നല്ല ടാർ റോഡ്. അതെന്ന് വെച്ചാൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാൻ പറ്റുന്ന 2 ബസ്സിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. അടുത്തൊക്കെയാണല്ലേ ഒരുപാട് വീടുകളുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് വരുന്നത്. നമ്മുടെ ആ റോഡ് ഉണ്ടല്ലോ, ടാർ റോഡിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. കാരണം അത് മൊത്തം നമ്മുടെ സ്ഥലമാണ്. 2 സൈഡിലും നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് ഒരു 10-15 കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റില്ല. നല്ല ഫ്രണ്ടേജ് മുറ്റമൊക്കെ ഉണ്ട്. ഫുൾ ഇൻ്റർലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കാർ പോർച്ചാണെങ്കിൽ നമുക്ക് കണ്ടത് 6 വാഹനങ്ങൾ കണ്ടോ. അതേപോലെ ഒരു 6 കാർ നിർത്താനുള്ള കാർ പോർച്ച് നല്ല വാർപ്പിൻ്റെ തന്നെ അത്യാവശ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു 4 പട്ടിക്കൂടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരെയും കാണിച്ചു തരാം. കണ്ടോ, ഈ സൈഡിലോട്ടായിട്ട് അത്യാവശ്യം നല്ല വാർപ്പുമാണ്. നല്ല വാർസിയാണ് കേട്ടോ. കോൺക്രീറ്റും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു 4-5 പട്ടികളൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ തന്നെ നല്ല തണുപ്പ് രീതിയിൽ നല്ല നമ്മുടെ കണ്ടോ അടിപൊളി സപ്പോർട്ടല്ലേ ഇത്, അടിപൊളി സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ടേജ് എലിവേഷൻ വരുന്നത്. നമുക്കിതിനകത്ത് സോളാർ പാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കറണ്ട് ബില്ലൊന്നും വരുന്നില്ല. നമുക്ക് എ സിയോ കാര്യങ്ങളോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. കറണ്ട് ബില്ലോ കാര്യങ്ങളെല്ലാം 5 കിലോ വാട്ടിൻ്റെ നമ്മുടെ ഇതാണ് സോളാർ പാനൽ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് മൊത്തം ഒരു 6 ബെഡ്റൂം വരുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു 4 ബെഡ്റൂമിൽ എ സി അറ്റാച്ച്ഡ് ആണ്. പിന്നെ 5 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വരുമാനമുള്ള തോട്ടമാണ് കേട്ടോ. അടക്കയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 15 വർഷമാണ് ഞാൻ അത് കൈക്കൊണ്ട് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം 15 വർഷമാണ് കേട്ടോ ഇതിൻ്റെ വീടിൻ്റെ മൊത്തം പഴക്കം വരുന്നത്. നല്ല ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഫുള്ളായിട്ട് CCTV ക്യാമറ കാര്യങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വീടൊക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന നല്ല ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് ഒരു പോർഷൻ കൂടെ കാണിച്ചു തരാം. ഇത് മൊത്തം ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ. പുറമേ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു റൂം വരുന്നത് കേട്ടോ. കാണിച്ചു തരാം കാര്യം. നമുക്ക് പുറത്ത് കിച്ചണോ വർക്ക് ഏരിയ ആക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ വെക്കാനുള്ള പോയിന്റ് അതുപോലെ തന്നെ അങ്ങനെ വരുവേ. വിറകടുപ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലോന്നിലും സ്പീഡ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോ ലെങ്തി ആവേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ലേബേഴ്സോ കാര്യങ്ങളൊക്കെ ഒരു ഡൈനിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലത് ഒരു സ്പേസ് ഉണ്ട്. തുണി ഉണങ്ങാനും കാര്യങ്ങളൊക്കെ നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീട് മാത്രമായിട്ട് ഏകദേശം ഒരു കോമ്പൗണ്ട് തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കോമ്പൗണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് വാഹനം നിർത്താം കേട്ടോ. ശരിക്കും ഫ്രണ്ടിലും സൈഡിലും ബാക്കിലൊക്കെ നിർത്താൻ ചെറിയ പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്നതാണ്. ഇനി അതിനകത്ത് ശേഷം ഇങ്ങനെ വന്നതാണെങ്കിൽ ഇത് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോട്ടത്തിലേക്കുള്ള ഒരു വഴിയാണേ വയർ കണ്ടോ. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരിക്കും മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല കിളിച്ചുണ്ട് മാമ്പഴമൊക്കെ അതാ പോയി കിളിച്ചുണ്ട മാമ്പഴമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടേ. അയ്യോ, ഇതിൽ ഏകദേശം നമുക്ക് ഈ കാണുന്ന രീതിയിലൊരു 800 ഇതാണ് കേട്ടോ വരുന്നത്. 800 കവുങ്ങാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 10-24 നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വരുവേ. ഈ കാണുന്ന ലാൻഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ തോട്ടത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഏകദേശം 4 വർഷം മാത്രമാണ് ഈ കവുങ്ങിനൊക്കെ പ്രായമായിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും വെള്ളം നനയ്ക്കാനുണ്ടോ സ്പിൻഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനുള്ള യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ കിണർ, ആ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളം കൊടുക്കുന്നത് കേട്ടോ മൊത്തം. പിന്നെ സോളാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് ബില്ലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന സ്ഥലം കണ്ടോ. കറക്റ്റ് സ്ക്വയർ ആയി കിടക്കുന്ന ലാൻഡാണ് കേട്ടോ. അവിടെ വളവോ തിരുവോ കുന്നോ ചെരുവോ ഒന്നുമില്ല. അതുപോലെ തന്നെ പക്കതാണ് നിരപ്പായി കിടക്കും, ഒരേപോലെ നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ്. ഇനി നാളെ നിങ്ങൾക്കിത് മേടിച്ച് കഴിഞ്ഞാൽ
പകുതിയായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, വഴിയൊന്നും വിടാതെ തന്നെ കൊടുക്കാൻ പറ്റും. കാരണം നല്ല റോഡ് സൗകര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരികയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മണ്ണാർക്കാട് നിന്ന് ഏകദേശം ഇവിടുന്ന് മണ്ണാർക്കാട്ടേക്ക് ഒരു 10 കിലോമീറ്റർ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയ്ക്കാണെങ്കിൽ 20 കിലോമീറ്റർ, നേരെ ഇങ്ങോട്ട് പോകണമെങ്കിൽ കല്ലടിക്കോടിക്ക് ഒരു 5-6 കിലോമീറ്റർ പോയി നമുക്ക് കല്ലടിക്കോട് എത്താൻ പറ്റും. പാലക്കാട്ടിലോട്ടാണെങ്കിൽ 20 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളും നല്ലൊരു ലൊക്കേഷനാണ്. ഹൈവേ കേട്ടോ. ഈ ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്ക് ദൂരമായിട്ട് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ശിരുവാണി ജംഗ്ഷൻ ഇല്ലേ, കരിമ പഞ്ചായത്തിൽ, ആ ഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത്. ഈ കാണുന്ന എല്ലാം ഇതിനകത്ത് വരുന്നൊരു പ്രോപ്പർട്ടി ഉണ്ടോ. ഇതിന് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിലൂടെ വന്നില്ലേ റോഡ്, അതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു റോഡ് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതാ കാണുന്ന ആ വീട് കാണുന്നില്ലേ, ആ വീടിൻ്റെ മുമ്പിലാണ് നമുക്ക് ആ ടാർ റോഡ് വരുന്നത്. അതോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നല്ല ടിപ്പറും കാര്യങ്ങളൊക്കെ വരാൻ പറ്റുന്ന നല്ല വീതിയുള്ള റോഡാണ്. ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ മേലെ ഉണ്ടാവും അല്ലേ, ഏകദേശം 100 മീറ്ററിനടുത്ത് ഈ റോഡ് ഫേസും കിട്ടും. ഇവിടെ നിന്നുണ്ടോ ആ വീട് കാണുന്നില്ല, ആ വീട് വരെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു റോഡും കിട്ടും കേട്ടോ. ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ്. അടയ്ക്കൊക്കെ നമ്മുടെ വേരുന്ന് വരെ വരും കേട്ടോ. വേരുന്ന് വരെ സാധനങ്ങൾ വരുന്ന ഭാഗമാണ്. അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ മൊത്തത്തിൽ കേട്ടോ കിണർ വെള്ളം കിട്ടുന്ന ഭാഗമാണ്. അല്ലാതെ ഈ പൊല്യൂഷനോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സംഭവം സെറ്റായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. യാതൊരു കച്ചറയില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ശരിക്കും നമ്മുടെ ഇവിടെ പുതിയ പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കല്ലടിക്കോട്ടുള്ള സ്റ്റേഷന് നമുക്ക് നേരെ ഇവിടെ ശിരുവാണി ജംഗ്ഷനിലോട്ട് മാറിയിട്ടുണ്ട്. ആ ശിരുവാണി ആ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യുക, ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് വീട്ടിനകത്തോട്ടൊന്ന് കയറുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് ഹാളാണ് ഉണ്ടോ. മൊത്തം നമുക്ക് വുഡ് വർക്കാണ് കേട്ടോ. കബോർഡുകളും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റെയർ ഹാൻഡ് റെയിൽ എല്ലാം വുഡാണ് ഉണ്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിനകത്ത് താഴെ 2 ബെഡ്റൂമും മുകളിൽ 4 ബെഡ്റൂമും വരുന്നത് കേട്ടോ. അതോ ഒരു 14 സൈസിലുള്ള മാസ്റ്റർ ബെഡ്റൂംസ് ആണ് കേട്ടോ എല്ലാം തന്നെ. അതുപോലെ തന്നെ ഉണ്ടോ ഈ ഭാഗത്തും നമ്മുടെ വാൾഡ്രോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് AC കാര്യങ്ങളെല്ലാം സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യം കാണിച്ചു തരാം. ആണോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. പിന്നെ അടുത്തൊരു ബെഡ്റൂം സ്പേസ് കാണിച്ചു തരാൻ, സെക്കൻഡ് വൺ ആണോ. ഇതും സെയിം വലുപ്പത്തിലുള്ള കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ടോയ്ലറ്റ് വരുന്നത് ഞാനിപ്പോൾ താഴത്ത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം മുകളിൽ കൂടെ കാണിക്കുന്ന സമയത്ത് വീഡിയോ ലെങ്ത് ആകും. അപ്പോൾ ഇനി താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് വന്ന് കാണാം കേട്ടോ. സ്റ്റെയർ വരുന്നത് മുകളിൽ 4 ബെഡ്റൂം ഉണ്ട്. ഇനി ഇത് നമുക്കൊരു ഡൈനിങ് സ്പേസ് വരുന്നത്, ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡൈനിങ്. ഒരു 10-12 ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിച്ചൺ സ്പേസ് വരുന്നത് കണ്ടോ. ഒരു യു ഷേപ്പിലാണ് നമുക്ക് ഇതിന് കിച്ചൺ സ്പേസ് വരുന്നത്. എല്ലാം തന്നെ നല്ല വുഡിൻ്റെ കേട്ടോ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ തന്നെ കണ്ടോ. താഴെയും കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ നല്ല വുഡിൻ്റെ ആണ്. ഇതാണ് നമുക്കൊരു സ്റ്റോർ റൂം സ്പേസ് വരുന്നത് കേട്ടോ കണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പുറത്തേക്കുള്ള വഴി കേട്ടോ. അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ. ഞാൻ മുകളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നില്ല കേട്ടോ, താഴത്ത് മാത്രം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഏകദേശം നമുക്കൊരു രൂപം കിട്ടിയല്ലോ പ്രോപ്പർട്ടിയുടെ കേട്ടോ. ആണോ ഏകദേശം ഒരു രൂപ കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇതൊരു ബെഡ്റൂം, അതൊരു 4 ബെഡ്റൂം, ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 2,50,00,000 രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിച്ചിട്ട് നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കാം.